ഒരാഴ്ച കഴിഞ്ഞു. അവനോടൊപ്പമാണ് ആർദ്ര. ഭയക്കാൻ മാത്രം ഒന്നുമില്ല. രാത്രിയിലൊന്ന് കെട്ടിപ്പിടിച്ചുറങ്ങണമെന്നല്ലാതെ. ചിലപ്പോൾ കൊതിമൂത്ത് ഒരു ചുംബനം. കിച്ചണിലായിരുന്നാൽ പിറകിലൂടെ വന്ന് ചേർത്ത് നിർത്തും. എത്ര വൈകിയാലും അവളോട് സംസാരിച്ച് പറയാനുള്ളത് കേട്ടിട്ടേ ഉറങ്ങൂ. നിസ്സാര കാര്യങ്ങളിൽ പോലും അവളുടെ അഭിപ്രായം ചോദിക്കും. അതിനിടയിൽ ഒരു ബിസിനസ് ടൂർ കൂടി കടന്നുപോയി. പേടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല എങ്കിലും തൻ്റെ എന്നൊരു അധികാരം അവനിൽ കൂടുതലായി നിന്നിരുന്നു. അന്നൊരു ദിവസം ആർദ്ര കുളിച്ച് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വരുന്നു. കിട്ടിയ ഉടുപ്പ് സിബ് വലിച്ചിട്ട് അവൾ വേഗം ചെന്നു. എന്താ സാർ? അവനും കുളിച്ചിറങ്ങിയതേയുള്ളൂ. ഒരു ടർക്കി മാത്രമാണ് ചുറ്റിയിരുന്നത്. അവളെ തന്നെ നോക്കി നിന്നു. ഒരു ചായങ്ങളും ഇല്ലാതെയാണ്. കാണാൻ എന്തൊരു സുന്ദരി എന്ന് തോന്നി. സാർ ഒരു വലിക്ക് തന്നോട് ചേർത്ത് നിർത്തി. ഫസ്റ്റ് നൈറ്റ്. നെഞ്ചൊന്ന് പിടഞ്ഞു. സാർ സമ്മതമാണേൽ മതി, നിർബന്ധിക്കില്ല. അതിനു വേണ്ടിയാണ് കൂടെ കൂട്ടിയത് എന്നറിയാം. സാർ പറഞ്ഞ പോലെ നിർബന്ധനങ്ങളില്ലാതെ ഉപാധികളില്ലാതെ ഒന്നിച്ച് ജീവിക്കാൻ. അവനോടുള്ള പ്രണയം ഇടയ്ക്കിടയ്ക്ക് പുറത്ത് ചാടുന്നത് താൻ തന്നെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. എന്നിട്ടും സമ്മതം. മുഖത്ത് തെളിഞ്ഞു. ചിരി വിടർന്നു. ഇപ്പോൾ വേണം. റൈറ്റ് നൗ. ആ കണ്ണിൽ കണ്ട ഭാവം. ഞാനിതുവരെ അറിയാത്ത ഒന്ന്. ഓടി ഒളിക്കാൻ ആവുന്നില്ല. അവനോട് ചേരാൻ, അവൻ്റേതാകാൻ അത്രയും ആഗ്രഹിച്ചു എന്നതാണ് സത്യം. ഇഷ്ടം കൂടിയിട്ടേയുള്ളൂ. തൻ്റെ പാതിയായിരുന്നെങ്കിൽ എന്ന് ആശിച്ചിട്ടേയുള്ളൂ. ചുണ്ടുകളിൽ പതിഞ്ഞ ചുംബനം. മുഖമാകെ ഓടി നടന്നു അവൻ്റെ ചുണ്ടുകൾ. കഴുത്തിലേക്ക് മുഖം അമർത്തി നുണയാൻ ആരംഭിച്ചു അവൻ. സാർ. പിറകിലെ സിപ്പ് ഊരി വീണു. സാർ. അകലാൻ സമ്മതിക്കാതെ മുറുകെ പിടിച്ചുകൊണ്ട് ബെഡിലേക്ക്. ആരോ. നഗ്നമായ പൊക്കിൾ ചുഴിയിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി. അവളൊന്ന് പിടഞ്ഞു. ശ്വാസം ആഞ്ഞു വലിച്ചു. മുഖം മാറിലേക്ക് എത്തുമ്പോൾ തടയാൻ ശ്രമിച്ച കൈകൾ അവൻ ഇരു സൈഡിലേക്കും പിടിച്ചു വെച്ചു. അവസാനം ഇന്നറുകൾ വീർപ്പിടുമ്പോൾ നാണത്തോടെ സൈഡിലേക്ക് കമിഴ്ന്നു കിടന്നവൾ. ആരു മിണ്ടിയില്ല. കാണട്ടെ? കാണട്ടേടി. ഞാനായിട്ട് തിരിച്ചാൽ നീ പെടും കേട്ടോ. ഒന്ന് പകച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയ നിമിഷം മതിയായിരുന്നു അവളിലേക്ക് മുഖം അമർത്താൻ. ആർദ്ര ഒന്ന് ഉയർന്നു പൊന്തി. വികാര തള്ളിച്ചയിൽ പിടഞ്ഞു. അവനെ തന്നോട് ചേർത്തു. മുടിയിഴകളിൽ വിരലുകൾ കോർത്തു. നുകർന്നിട്ടും മതിയാകാതെ കടിച്ചു വലിച്ചിട്ടും ഉമ്മ വെച്ചും കൈവിരലുകളാൽ ഞെരിച്ചും തലോടിയും അവളെ ഉണർത്തിക്കഴിഞ്ഞിരുന്നു. അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ഇനിയൊന്നും അവനിൽ നിന്ന് ഒളിക്കാനില്ല എന്ന വണ്ണം. അവൻ തൻ്റേത് മാത്രമാണെന്ന്. തൻ്റെ പ്രണയം. അവളിലേക്ക് ഇറ്റുവീണ വിയർപ്പ് തുള്ളികൾ. നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് സംതൃപ്തനായി അവൻ കിടന്നു. അവളുടെ കണ്ണുകൾ തൻ്റേതുമായി ഇടഞ്ഞ നിമിഷം തന്നോട് ചേർത്ത് മുറുകെ പുണർന്നു. ഞാൻ വിവാഹം ചെയ്തോട്ടെ ആരു? മനസ്സ് നിറഞ്ഞു. അവനില്ലാതെ ഇനി തനിക്കാവില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞ നിമിഷം. പക്ഷേ തൻ്റെ പാസ്റ്റ് ആരും അംഗീകരിക്കില്ല ജയ്. അച്ഛനും അമ്മയും ആരും അംഗീകരിക്കണ്ട. നിനക്ക് സമ്മതമാണോ? അല്ലെന്ന് പറഞ്ഞാൽ ജയ് വിശ്വസിക്കോ? ഇല്ല. നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എനിക്കിഷ്ടമാണ് ഒത്തിരി, അത്രയും അധികം. പക്ഷേ ജയ് എന്ന് കല്യാണം കഴിക്കുന്നോ അന്ന് വരെ മാത്രമേ നമ്മുടെ ഈ ബന്ധം ഉണ്ടാകൂ. കല്യാണം കഴിക്കട്ടെ എന്നല്ലേ ഞാൻ ചോദിച്ചത്? വേണ്ട ജയ്, വേണ്ട. ഇത് മതി. ഇങ്ങനെ മതി. ഇഷ്ടമാണെന്നറിയാലോ, അത് മതി. അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ അവൾ കണ്ടിരുന്നില്ല. ഒരു ജീവിതം മുഴുവൻ അവനോട് ഒപ്പം കഴിയാൻ ആഗ്രഹിച്ച ഒരു മനസ്സ് അവനുണ്ടെന്നും. 2 ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ പോകുന്നത് ഞാൻ. അപ്പോൾ ഹോസ്റ്റലിൽ തിരിച്ചു പോകട്ടെ ഞാൻ. നമ്മൾ ഒന്നിച്ചാണ് പോകുന്നത്. വേണ്ട, എനിക്ക് പേടിയാണ്. ആർക്കും എന്നെ ഇഷ്ടാവില്ല. ആവോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ജയ് ഇനി മിണ്ടരുത്. മിണ്ടിയാൽ ഞാൻ ആദ്യം തൊട്ടേ ഒന്നുകൂടെ തുടങ്ങും. കണ്ണൊന്ന് മിഴിഞ്ഞു. പിന്നെ ചിരിയോടെ അവൻ്റെ നെഞ്ചോട് ചേർന്നു. അവൻ്റെ വീടിന് മുന്നിൽ വണ്ടി നിൽക്കുമ്പോൾ ഭയം കൊണ്ട് വിറച്ചിരുന്നു. ഞാനില്ലേ, എൻ്റെ കൂടെയല്ലേ, പിന്നെന്തേ? കണ്ണുകളൊന്ന് നിറഞ്ഞു. ചേർത്ത് പിടിച്ചു നെറ്റിയിൽ ഉമ്മ വെച്ചു അവൻ. ഇറങ്ങ് സാർ. വാടോ. അവളെ വിളിച്ച് വീട്ടിലേക്ക് നടന്നു. വലതുകാൽ വെച്ച് കയറിക്കോ. അറിയാതെ തന്നെ ഒരു ചിരി വിടർന്നു. പക്ഷേ അത് മങ്ങാൻ അത്ര നേരം വേണ്ടി വന്നില്ല. വാതിൽ തുറന്നത് അമ്മയാണ്. അവനെ കണ്ട് അവർ ചിരിച്ചു. പക്ഷേ അവൻ ചിരിച്ചില്ല. ഇതാരാ? എൻ്റെ പേയാണ് എന്ന് മൂളി അകത്തേക്ക് വിളിച്ചു. പക്ഷേ അകത്തിരുന്ന അതിഥി അവളെ ഞെട്ടിച്ചു. ഏയ് അലോഷി, എപ്പോ വന്നു? വന്നേയുള്ളൂ. അങ്കിൾ വിളിച്ചപ്പോൾ വന്നതാണ്. പറഞ്ഞിട്ട് അവളെ ഒന്ന് നോക്കി. കണ്ണുകൾ കുറുക്കി. ഇത് എൻ്റെ പേയാണ്. വീടെങ്കിലും കണ്ടിരിക്കട്ടെ എന്ന് കരുതി. നീ ഇവിടെ ഉണ്ടാകുമോ? ഇല്ല, ഇപ്പോൾ ഇറങ്ങും. ഒരു ഫയൽ എടുക്കാനായിട്ട് വന്നതാണ്. അമ്മ നീട്ടിയ ജ്യൂസ് കയ്യിലെടുത്തുകൊണ്ട് പതിയെ ഇരുന്നു. ആർദ്ര വാ. അവൾ ജ്യൂസിലേക്ക് നോക്കി. അതിൻ്റെ പാതി കുടിച്ചിട്ട് അവൾക്ക് നേരെ നീട്ടി. എന്നുമുള്ളതായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ അലോഷി. അവനും അവർക്കൊപ്പം മുകളിലേക്ക് നടന്നു. ഞാൻ ഫയലൊന്ന് നോക്കട്ടെ. അലോഷിയോട് സംസാരിച്ചിരിക്കൂ ആർദ്ര. ഇപ്പോൾ വരാം. വെറുതെ ഒന്ന് തലയാട്ടി.
ദേവൻ പോയി എന്ന് ഉറപ്പായ നിമിഷം അവൻ അവൾക്കരികിലേക്ക് തിരിഞ്ഞു. ആർദ്ര, എന്നെ ഓർമ്മയുണ്ടോ? തല കുനിഞ്ഞുപോയി. നീ എന്താ ദേവൻ്റെ കൂടെ? അത് സാറിൻ്റെ PA ആണ്. അവൻ പാൻറ്റിൻ്റെ 2 പോക്കറ്റിലേക്ക് കൈയിട്ട് അവളെ നോക്കി. എത്ര നാളായിട്ട്? 6 മാസം കഴിഞ്ഞു. അമ്മയുടെ ജോലി തന്നെ ചെയ്യാമെന്ന് കരുതിയോ? കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആർദ്രയുടെ ജീവിതത്തിൽ ഒരു പുരുഷനെ ഉണ്ടാകും, അത് സാറാണ്. അവനൊന്ന് ചിരിച്ചു. അവൻ്റെ കല്യാണം കഴിഞ്ഞാലോ? മറുപടി നൽകിയില്ല. നിന്റെ പാസ്റ്റ് എന്താടി? ഏതോ വേശ്യയല്ലേ നിന്റെ അമ്മ? കൊലപാതകി. ഇല്ലെന്ന് കരുതിയെങ്കിലും ഏങ്ങൽ ഉയർന്നു. എൻ്റെ യോഗ്യത മനസ്സിലാക്കി തന്നെയാണ് അവൻ്റെ കൂടെ നടന്നതും കിടന്നതുമൊക്കെ. അതിൽ കൂടുതൽ മോഹിക്കരുത് നീ. മിണ്ടിയില്ല. ഞാൻ ഇറങ്ങുന്നു. ഇനി ഒരിക്കൽ കൂടെ ഇതൊന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അവൻ പോയപ്പോൾ മുഖം പൊത്തിക്കരഞ്ഞു. ദേവൻ വരുന്ന ശബ്ദം കേട്ട് വേഗം മുഖം തുടച്ചു. തെറ്റ് ആഗ്രഹിക്കാൻ പോലും ഉള്ള യോഗ്യതയില്ല തനിക്ക്. എപ്പോഴോ ജയ്ക്കൊപ്പം ഒരു ജീവിതം ആഗ്രഹിച്ചില്ലേ? ഉണ്ട്. പക്ഷേ വേണ്ട. തൻ്റെ യോഗ്യത വേണ്ട. ഇങ്ങനെ മതി. ആ നെഞ്ചോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. എന്ന് ദേവൻ മറ്റൊരു വിവാഹം കഴിക്കുന്നു അന്ന് തീരും താനുമായുള്ള എല്ലാ ബന്ധവും. അത് മതി. തിരികെ വരുമ്പോൾ ബീച്ചിലേക്ക് അവൻ വണ്ടി തിരിച്ചു വിട്ടു. നിൻ്റെയൊപ്പം ഒരു സായാഹ്നം കാണാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഞാനും. അവളോട് ചേർന്നിരുന്ന് തന്നെ ആ സൂര്യൻ ചുവന്ന് പുഴുത്തു മുങ്ങും വരെ അവിടെ ഇരുന്നു. നിന്നെ വിവാഹം കഴിക്കട്ടെ ഞാൻ? വേണ്ട സാർ, നീയില്ലാതെ എനിക്ക് പറ്റില്ലാരോ. തോന്നലാണ് സാർ. എൻ്റെ അമ്മയില്ലാതെ പറ്റില്ലെന്ന് വിചാരിച്ചതാ. എന്നിട്ടും അമ്മ പോയിട്ടും ഞാൻ ഇപ്പോഴും ജീവിക്കുന്നില്ലേ? അപ്പോൾ അമ്മ മരിച്ചോ? ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. ഒന്ന് മൂളി, അത്രമാത്രം. എന്നെ ഇഷ്ടമല്ലേ നിനക്ക്? ആണ്, ഇഷ്ടമാണ്. സാറിന് എനിക്ക് ജീവനാണ്. പിന്നെ എന്തേ? മറ്റൊരാളെ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ലാരോ. സാർ, എന്നെ ഇങ്ങനെ സങ്കടത്തിലാക്കരുത്. ഉപാധികളില്ലാതെ, നിബന്ധനകളില്ലാതെ ഞാൻ എന്നും സാറിൻ്റെ ആയിരിക്കും. സാറിൻ്റെ വിവാഹം കഴിയും വരെ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഓഫീസിലുണ്ടാകില്ല. സാർ മറ്റൊരാളോട് ഒപ്പം ജീവിക്കുന്നത് എനിക്ക് കാണാനുള്ള കരുത്തില്ല. അതല്ലേ പറഞ്ഞേ നമുക്കൊന്നിച്ച് ജീവിക്കാമെന്ന്. വേണ്ട, അത് ശരിയാവില്ല. ആരു, പ്ലീസ്. സാർ, ഇനിയും ഇതിങ്ങനെ പറയാൻ എനിക്ക് വയ്യ. ഇനി ചോദിക്കേണ്ട. അവൻ മിണ്ടിയില്ല. അതിനുശേഷം അവൻ ആ ചോദ്യം ചോദിച്ചത് 5 വർഷങ്ങൾക്കിപ്പുറമാണ്. അപ്പോഴും തൻ്റെ ഉത്തരം നോ അതുകൊണ്ട് മാത്രമാണ് സാർ വേറെ കല്യാണത്തിന് സമ്മതം പറഞ്ഞത്. സാറിന് വേറെ വഴിയില്ലായിരുന്നു. എഡ്വിൻ അവളെ നോക്കി. പിന്നെ എന്താ പിരിഞ്ഞേ? അവരുടെ അച്ചമ്മ പറഞ്ഞു അവനെ മോഹിച്ചു നടക്കണ്ട എന്ന്. അതിനുള്ള യോഗ്യത എനിക്കില്ല എന്ന്. അതെനിക്കും അറിയാം. അതുകൊണ്ടാ അവൻ്റെ ലൈഫിൽ നിന്ന് പോന്നെ. എൻ്റെ പാസ്റ്റ് അറിഞ്ഞാൽ ജയ് എന്നെ വെറുത്തു പോകും. അവനൊന്ന് നിശ്വസിച്ചു. അവനത് അറിയാമായിരുന്നു ആർദ്ര. ഇപ്പോൾ ഞെട്ടിയത് അവളായിരുന്നു. നീ ആരാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവൻ പ്രണയിച്ചത്. ആര് പറഞ്ഞു? ദീപൻ. അവനാ പറഞ്ഞത്. നിന്നെക്കുറിച്ച് എല്ലാം അവനറിയാമായിരുന്നു എന്ന്. കണ്ണുകൾ നിറഞ്ഞു. സന്തോഷം. വെറുത്തിട്ടില്ലല്ലോ. എന്നിട്ടും ചേർത്ത് നിർത്തിയല്ലോ. അത് മതി. അല്ലെങ്കിലും എൻ്റെ ജയ്ക്ക് വെറുക്കാനൊന്നും അറിയില്ല. അത്രയ്ക്ക് പാവമാണ്. ഒത്തിരി പാവം. ഈ കുഞ്ഞുണ്ടെന്ന് അവനെ അറിയിക്കണ്ടേ? വേണ്ട. അതെന്താ? ദേവൻ. സാർ നന്നായിട്ട് ജീവിക്കട്ടെ. പാർവതി. അവൾക്ക് ഇഷ്ടമാണ് സാറിനെ. അവരാണ് ജീവിക്കേണ്ടത്. നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. പോകാം നമുക്ക്. വാ. അവനോടൊപ്പം നടക്കുമ്പോൾ ഹൃദയം ശൂന്യമായിരുന്നു. നമ്മൾ എവിടേക്കായാലും എന്താ, താൻ വരില്ലേ? വരും. എനിക്ക് പോകാൻ വേറെ സ്ഥലമില്ലല്ലോ. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. സാർ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? എന്താ? തൽക്കാലം ഇനി എൻ്റെ കാര്യങ്ങളൊന്നും ദേവൻ സാർ അറിയണ്ട. ദീപൻ സാറും ആരും അവരെക്കുറിച്ച് എനിക്കും അറിയണ്ട. ഞാൻ പറയുന്നില്ല, പോരെ? എന്നാ വാ. തനിക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം എൻ്റെ വീടാണ്. അവൾ തല ഉയർത്തി നോക്കി.